ഭാഗം 4 നിനക്കായി. ഇരുൾ ഭൂമിയിലേക്ക് പതിയെ മൂടാൻ തുടങ്ങിയിരുന്നു. ബീച്ചിന്റെ സൈഡിലായുള്ള ഇരിപ്പിടത്തിൽ നിധി ജീവന്റെ തോളിൽ തലചായ്ച്ചു കിടക്കുകയാണ്. എല്ലാം കീഴടക്കിയ സന്തോഷം അവളുടെ മുഖത്ത് നിറഞ്ഞിരുന്നു. അവന്റെ വിരലുകൾ കോർത്ത് കഴിക്കുകയും മുറുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇനി നമുക്ക് ഉടനെ തന്നെ ഹോം മാഗസീനിൽ നിന്റെ മുഖം കാണാമല്ലോ. ജീവന്റെ വാക്കുകൾ കേട്ട് നിധി പതിയെ മുഖമുയർത്തി അവനെ നോക്കി. പുഞ്ചിരി അവളുടെ ചുണ്ടിൽ നിറഞ്ഞിരുന്നു. അത് തന്നെയാ ജീവേട്ടൻ ഞാൻ കാത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഒരുപാട് വർക്കുകൾ വരും. വൈകാതെ തന്നെ എനിക്ക് എന്റെ സപ്പോർട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അവളുടെ കൊഞ്ചലോടെയുള്ള സംസാരം എന്നാൽ അതിൽ ഉറച്ചു നിൽക്കുന്ന വാക്കുകളും കേട്ട ജീവൻ അവളോടായി ചോദിച്ചു, എന്തിനാ ഇത്രയും കഷ്ടപ്പാട്? ജീവേട്ടന് വേണ്ടി തന്നെ. അതിന് ഞാൻ പറഞ്ഞതല്ല ഇതൊന്നും വേണ്ട എന്ന്. അതല്ല ജീവേട്ട താൻ, ഞാൻ പറഞ്ഞതല്ലേ എല്ലാം. ഞാൻ അറിയാൻ മേലാണ്ട് ചോദിക്കോ പെണ്ണെ, എന്തിരുന്നിട്ടാണ് നീ എന്നെ ഇങ്ങനെ? ജീവൻ വല്ലാത്തൊരു അത്ഭുതത്തോടെ അവളെ നോക്കി ചോദിച്ചു. എന്നെ സ്നേഹിച്ചതുകൊണ്ട് ജീവേട്ടൻ അറിയോ? എന്നെ ഇങ്ങനെ ആരും സ്നേഹിച്ചിട്ടില്ല. എനിക്കെന്നും ഏട്ടൻ്റെ കൂടെ ഇങ്ങനെ ജീവിക്കും. പിന്നെ ആകെയുള്ള കുഴപ്പം ഈ പണമാണ്. ബട്ട് സാരമില്ല, ഞാനുടനെ ഫേമസ് ആകുമല്ലോ, പിന്നെ കുഴപ്പമില്ല. കുറുമ്പോടെയുള്ള അവളുടെ വർത്തമാനം അവന്റെ ചുണ്ടിലും ചിരിയെ സ്വാഗതം ചെയ്തിരുന്നു. പെണ്ണ് അല്ല ജീവേട്ട, ഏട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? അവളുടെ മറുചോദ്യം കേട്ടതും ജീവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പതിയെ അവളുടെ മുഖം തൻ്റെ കൈകളിൽ എടുത്തുകൊണ്ട്, നിധി, പണമാണ് എല്ലാം എന്ന് കരുതി എനിക്ക് അതിനേക്കാൾ വിലയുള്ളതും പലതുമുണ്ട് എന്ന് എന്നെ മനസ്സിലാക്കി തന്ന നിന്നോട് ആദ്യം എനിക്ക് ഉണ്ടായിരുന്നത് അത്ഭുതമായിരുന്നു. പിന്നെ അറിയാതെ എപ്പോഴും ഞാൻ ആരാണ് എന്നറിയുമ്പോൾ നിന്റെ കണ്ണിൽ കണ്ട ഭാവം, അത് ഞാൻ മറ്റൊരാളിലും ഇതുവരെ കണ്ടിട്ടില്ല. എന്നോട് പ്രണയം പറഞ്ഞവരിൽ മുഴുവനും ഞാൻ കണ്ടിട്ടുള്ളത് ആർത്തിയായിരുന്നു, പണത്തോടുള്ളത്. പക്ഷെ നിന്നെ ബാക്കി പറയാനാകെ ജീവൻ അവളുടെ മുഖം തനിക്ക് അരികിലേക്ക് കൊണ്ടുവന്നു. അവന്റെ കണ്ണുകൾ തന്റെ ചുണ്ടിലാണ് നിറക്കുന്നത്. ഞെട്ടലോടെ അവനെ നോക്കി. എന്നാൽ അവളുടെ നോട്ടം കണ്ടത് വാത്സല്യം നിറഞ്ഞ പുഞ്ചിരിയോടെ ജീവൻ തന്റെ ചുണ്ടുകളെ അവളുടെ നെറ്റിയിലായി പതിപ്പിച്ചു. അത് ആസ്വദിക്കുന്ന പോലെ അവൾ കണ്ണുകൾ അടച്ച് പുഞ്ചിരി തൂകി. അപ്പോഴും തങ്ങളുടേതായ സന്തോഷ നിമിഷങ്ങളിൽ അവർ അറിഞ്ഞിരുന്നില്ല അവരെ മറ്റൊരാൾ വാച്ച് ചെയ്യുന്നത്. രംഗം 2. ദേഷ്യം കൊണ്ട് വിറയ്ക്കുമ്പോഴും അഥർവിന്റെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു. പകയോടെ മുന്നിൽ കാണുന്ന ദൃശ്യം നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ സ്നേഹിക്കാതെ നിനക്ക് മറക്കാൻ കഴിയാത്ത തരത്തിൽ അന്ന് നിന്നിൽ നിന്ന് ഞാൻ എന്നെ പറിച്ചു മാറ്റും. എനിക്ക് നഷ്ടമായതൊന്നും നിനക്ക് ലഭിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് പറയുന്നതെങ്കിലും അവന്റെ മുഖത്തെ ഭാവങ്ങൾ ഒരു ചെകുത്താനെ പോലെ തോന്നി. അപ്പോഴും മേശയിൽ ജീവന്റെ ഫോട്ടോയിൽ കൂർത്ത വസ്തുവുമായി അവൻ ആഞ്ഞു കുത്തുന്നുണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ അവൻ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയിലും ജീവനോടുള്ള പകയുടെ ആഴം വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ പക തീർക്കാൻ അവൻ ശ്രമിക്കുന്നത് ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് എന്നുള്ള ചിന്ത അവന് ഒരു ചെറിയ രീതിയിൽ പോലും ഉണ്ടായിരുന്നില്ല. രംഗം 3. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു, ആരെയും കാത്തു നിൽക്കാതെ. ജീവൻ രാവിലെ ആയിട്ട് പോലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാതെ കട്ടിൽ കിടക്കുകയാണ്. ഇന്നലെ താമസിച്ചു വന്നതിനാൽ അതിൻ്റെ നല്ല ക്ഷീണമുണ്ട് കക്ഷിക്ക്. ഫോണിൽ കുറേ നേരമായി മെസ്സേജ് ട്യൂൺ വന്നുകൊണ്ടിരുന്നു. പിന്നെ അത് കോളുകളാകാൻ തുടങ്ങി. അവസാനം ഗതികെട്ട് അവൻ ഫോൺ എടുത്തു നോക്കി. നിധി എന്ന് കണ്ടതിനാൽ മറ്റൊന്നും ചിന്തിക്കാതെ അവൻ ഫോൺ എടുത്തു. എന്നാൽ മറുവശത്തു നിന്നുള്ള കാര്യങ്ങൾ കേട്ടത്